ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും എനിക്കെന്തോ ഭ്രാന്താണെന്ന്. എന്നാലല്ല, അറ്റുപോയെന്നു കരുതിയ വേരുകൾ തേടിപ്പോയൊരു പിന്മുറക്കാരൻ്റെ കഥയാണിത്. ഒരു സംഭവ കഥ. ചില ആഗ്രഹങ്ങൾ എത്ര ഉള്ളിലൊതുക്കിയാലും സഫലമാകാൻ വെമ്പിക്കൊണ്ടേയിരിക്കും. എൻ്റെ അച്ചാച്ചൻ ശങ്കരപ്പണിക്കർ. അദ്ദേഹം മരിച്ചിട്ട് 28 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അമ്മയുടെ അച്ഛനെയാണ് ഞങ്ങൾ അച്ചാച്ചൻ എന്ന് വിളിച്ചിരുന്നത്. എനിക്ക് ഓർമ്മ വച്ചപ്പോൾ തൊട്ട് ചെറ്റച്ചൽ ജംഗ്ഷനിൽ ഒരു മുറുക്കാൻ കട നടത്തുകയായിരുന്നു അച്ചാച്ചൻ. അതിനു മുൻപ് റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു അത്രേ അച്ചാച്ചന്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. 10-70 കൊല്ലം മുൻപ് വീട്ടുകാരോട് പിണങ്ങി വയനാട്ടിൽ നിന്ന് നാട് വിട്ട് വന്നതാണത്രേ അച്ചാച്ചൻ. തിരുവനന്തപുരം ജില്ലയിലെ ചെറ്റച്ചൽ വന്ന് ടാപ്പിംഗ് തൊഴിലാളിയായി ഒരു എസ്റ്റേറ്റിൽ. കമലാക്ഷി എന്ന എൻ്റെ അമ്മച്ചിയെ കല്യാണം കഴിച്ച് അവിടെ കൂടുകയും ചെയ്തു. അമ്മയും സഹോദരങ്ങളും വിളിക്കുന്നത് കേട്ട് അമ്മമ്മ എന്നതിനു പകരം അമ്മച്ചി എന്നാണ് ഞങ്ങൾ ചെറുമക്കളിൽ ചിലരും വിളിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വയനാട്ടിൽ നിന്ന് നാട് വിട്ടു വന്ന ശേഷം അച്ചാച്ചന് കുറേ കാലം തൻ്റെ സഹോദരങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് ഫോണും വാട്സാപ്പും ഒന്നുമില്ലല്ലോ. വല്ലപ്പോഴുമുള്ള എഴുത്തായിരുന്നു അത്രേ അച്ചാച്ചന് സ്വന്തം വീട്ടുകാരുമായുള്ള ബന്ധം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ മറ്റോ എൻ്റെ അമ്മ അച്ചാച്ചൻ്റെ മൂത്ത സഹോദരൻ്റെ വയനാട്ടിലുള്ള വീട്ടിൽ താമസിച്ച് 1.5 കൊല്ലത്തോളം പഠിച്ചിരുന്നു. പിന്നീട് കാലം കഴിയും തോറും ആ ബന്ധം പൂർണ്ണമായും അറ്റുപോയി. 10-25 കൊല്ലം മുൻപ്, അതായത് മരിച്ച് 2 കൊല്ലങ്ങൾക്ക് ശേഷം, അച്ചാച്ചൻ്റെ മൂത്ത സഹോദരൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മകളും കൂടി തേടിപ്പിടിച്ച് ഞങ്ങളുടെ നാട്ടിലെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് എന്തോ പരീക്ഷയോ മറ്റോ എഴുതാൻ വന്നതായിരുന്നു അവർ. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്നെങ്കിലും മലബാറിൽ പോയി അച്ചാച്ചൻ്റെ ബന്ധുക്കളെയൊക്കെ ഒന്നുകൂടി കാണണം എന്നുള്ളത്. അമ്മയുടെ ഇടയ്ക്കിടെയുള്ള ഈ ആഗ്രഹം പറച്ചിലിൽ നിന്നാണെന്ന് തോന്നുന്നു എൻ്റെ മനസ്സിലും പതിയെ പതിയെ ഈ ആഗ്രഹം വേരൂന്നി. എന്തെങ്കിലും മലബാറിൽ പോകാൻ കഴിയുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇതിനിടയിൽ ഈ ആഗ്രഹം ബാക്കി വെച്ച് അമ്മ പോയി. ഇനി ഒരിക്കലും മടങ്ങി വരാത്തിടത്തേക്ക്. പല കാരണങ്ങൾ കൊണ്ടും എനിക്കും വയനാട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. മിറ്റത്താനിക്കൽ വീട് എന്ന വീട്ടുപേരും കോളേരി എന്ന സ്ഥലപ്പേരും പിന്നെ ബന്ധുക്കളിൽ ചിലരുടെ പേരും മാത്രമേ അമ്മയ്ക്ക് പോലും ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാൻ ഈ പേരുകൾ മനസ്സിൽ കുറിച്ചിട്ടു. മുഖപുസ്തകത്തിലെ ചില വയനാടൻ സുഹൃത്തുക്കളോട് ഈ വിവരം പങ്കുവച്ചെങ്കിലും എന്തുകൊണ്ടോ അവർക്കും ഈ കുടുംബക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 വർഷം മുൻപും ഒരു ദിവസം വാർത്താ സംബന്ധമായ ചില കാര്യങ്ങൾക്കായി ഞാൻ അട്ടപ്പാടിയിലേക്ക് പോയി. ഒരു ദിവസം അട്ടപ്പാടിയിൽ ചെലവഴിച്ച ശേഷം അവിടുന്ന് വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള കുറിച്ചിപ്പറ്റയിലെത്തി. അവിടുത്തെ കാര്യം കഴിഞ്ഞപ്പോഴാണ് ഒരു വെളിപാടുണ്ടായത്. അച്ചാച്ചൻ്റെ കുടുംബക്കാരെ തിരക്കി അങ്ങോട്ടേക്ക് വിട്ടാലോ? രണ്ടാമതൊന്നും ചിന്തിച്ചില്ല, നേരെ വിട്ടു. കുറിച്ചിപ്പറ്റയിലെ KP യോഹന്നാൻ്റെ അനധികൃത ശ്മശാനത്തിനടുത്തെ കാടിനുള്ളിലൂടെ കോളേരിയിലേക്ക്. ഇരുവശവും തേക്കിൻ കാട്, പോരാത്തതിന് ചാറ്റൽ മഴയും. അതും പോരാത്തതിന് ഡീസൽ തീരാറായിരിക്കുന്നു. ഡീസൽ തീർന്ന് വണ്ടി വനത്തിനുള്ളിൽ പെടുമോ എന്നുള്ള പേടി ഒരു വശത്ത്, യോഹന്നാൻ്റെ ആൾക്കാർ പിന്നാലെ വരുന്നുണ്ടോ എന്ന പേടി മറുവശത്ത്. കാരണം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ അവിടെ പോയത്, ആ ശ്മശാനത്തെക്കുറിച്ചുള്ള വാർത്ത. എന്തായാലും പനമരം പമ്പിലെത്തിയപ്പോൾ ആശ്വാസമായി. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് വഴി ചോദിച്ച് കോളേരി സർക്കാർ സ്കൂളിനടുത്തെത്തി. കോളേരി സ്കൂളിനടുത്താണ് അച്ചാച്ചൻ്റെ കുടുംബക്കാരുടെ വീടെന്ന് അമ്മ പറഞ്ഞതോർത്തു. വഴിയിലൂടെ നടന്നുപോയ ഒരാളോട് വണ്ടി നിർത്തി ചോദിച്ചു, ചേട്ടാ, ഇവിടെ മിറ്റത്താനിക്കൽ എന്നൊരു വീട്ടുകാരുണ്ടോ? പ്രഭാകരൻ എന്നു പേരുള്ള ആളുടെ. അയാളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, മിറ്റത്താനിക്കൽ എന്നൊരു കുടുംബക്കാരുണ്ട്, പക്ഷേ അവർ ക്രിസ്ത്യാനികളാണ്. അല്ല ചേട്ടാ, നിങ്ങൾ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നവരെയല്ല. വണ്ടി വിട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയി. അപ്പോഴാണ് ചൂതുപാറ എന്നൊരു പേര് എങ്ങനെയോ മനസ്സിൽ വീണത്. എന്നോ ഒരിക്കൽ അമ്മ പറഞ്ഞു കേട്ടതാണ്. അടുത്തൊരു ചെറിയ ജംഗ്ഷനിൽ വണ്ടി നിർത്തി. അവിടെ നിന്നവരോട് പഴയ ചോദ്യം ആവർത്തിച്ചു. അതിലൊരാൾ വിരൽ ചൂണ്ടി പറഞ്ഞു, ദാ നേരെ പോകുമ്പോൾ ഒരു പാൽ സൊസൈറ്റി കാണും. അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരം പോയി വഴിയിൽ കാണുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ മതി. മനസ്സിൽ ഒരു ആശ്വാസം തോന്നി. വഴി പറഞ്ഞു തന്നവരോട് നന്ദി പറഞ്ഞ് അവർ ചൂണ്ടിക്കാണിച്ച ഇടത്തേക്ക് വണ്ടി വിട്ടു. അകലം വിട്ട് കുറേ വീടുകൾ. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു ചെറിയ കട കണ്ടു. അപ്പോഴും മഴ നിന്നിരുന്നില്ല, ചാറിക്കൊണ്ടേയിരുന്നു. കടയുടെ ഓരം ചേർത്ത് വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്ന് കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ പ്രഭാകരൻ എന്നൊരാളിൻ്റെ വീട് എവിടാ? മിറ്റത്താനിക്കൽ എന്നാണ് വീട്ടുപേര്. അയ്യോ, പ്രഭാകരൻ മരിച്ചിട്ട് 6 കൊല്ലമായി. പുള്ളിയുടെ ഭാര്യ മക്കളോടൊപ്പം കോഴിക്കോടാണ്. നിരാശനായി നിൽക്കുന്ന എന്നെ നോക്കി കുറച്ചൊന്ന് ആലോചിച്ചിട്ട് അടുത്തൊരു വീട്ടിലേക്ക് ചൂണ്ടി അയാൾ പറഞ്ഞു, ദാ ആ കാണുന്നത് അവരുടെ കുടുംബക്കാരുടെ വീടാണ്. അവിടെ ചെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും. വണ്ടിയിൽ കയറി ആ വീടിന് മുന്നിലെത്തി. വണ്ടി മുറ്റത്തേക്ക് കയറ്റി. പുറത്തുനിന്ന ചേച്ചിയോട് കാര്യം പറഞ്ഞു. അവർക്ക് ഒന്നും പിടികിട്ടിയില്ല. അവരുടനെ ഭർത്താവിനെ വിളിച്ചു.
അകത്തേക്ക് കയറിയിരിക്കാൻ എന്നെ ക്ഷണിച്ചു. അവരുടെ 2 മക്കളും അതിലൊരാളുടെ ഇരട്ട കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവരുടെ ഭർത്താവ് വന്നു. കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാം വ്യക്തമായി. അച്ചാച്ചൻ്റെ മൂത്ത സഹോദരൻ്റെ മകനാണ് അദ്ദേഹം. ചെറിയച്ഛനെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ള അറിവേ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സ്നേഹവും സന്തോഷവും. ഇത്രയും ദൂരം തങ്ങളെ കാണാൻ വരുന്നവനോട് സ്നേഹം കാണാതിരിക്കുമോ? അച്ചാച്ചൻ്റെ 2 സഹോദരിമാരും ഒരു അനുജനും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വയനാട്ടിൽ. സാബുച്ചേട്ടനോടൊപ്പം അവരെ കാണാൻ പോയി. 3 പേരും അവരവരുടെ മക്കളോടൊപ്പം 3 ഇടങ്ങളിലാണ്. തൊട്ടടുത്ത് തന്നെയാണ്, 2-3 കിലോമീറ്ററിൻ്റെയൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. 2 സഹോദരിമാർ അടുത്തു തന്നെയാണ് താമസം. അനുജൻ സുൽത്താൻ ബത്തേരി ടൗണിലും. എല്ലാവരെയും പോയി കണ്ടു. എല്ലാവർക്കും വലിയ സന്തോഷം. അച്ചാച്ചൻ്റെ മൂത്ത സഹോദരിക്ക് ശങ്കരപ്പണിക്കർ എന്ന സഹോദരനെ ഓർമ്മ കിട്ടുന്നില്ല. അത്രയ്ക്ക് പ്രായമായിരിക്കുന്നു ആ അമ്മൂമ്മയ്ക്ക്. ആ അമ്മൂമ്മ ഞാൻ അവിടെ ചെന്ന് 1 വർഷത്തിനു ശേഷം മരണപ്പെട്ടതായി അറിഞ്ഞു. മറ്റുള്ള 2 പേർക്കും പഴയതിൽ പലതും ഓർമ്മയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. വയനാട്ടിൽ നിന്ന് അച്ചാച്ചൻ തിരുവനന്തപുരത്തെത്തിയിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴുള്ള ഒരു സംഭവമാണിത്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. പറഞ്ഞു കേട്ട അറിവാണ്. അച്ചാച്ചൻ്റെ ഒരു അനുജൻ ഡ്രൈവറായിരുന്നു. അച്ചാച്ചൻ അന്ന് ചിറ്റച്ചൽ ജംഗ്ഷനിൽ മുറുക്കാൻ കടയുണ്ട്. ഒരു ദിവസം ഒരു ലോറി കൊണ്ടുവന്ന് കടയുടെ മുന്നിൽ നിർത്തി. ഡ്രൈവർ ഇറങ്ങി കടയിലേക്ക് വന്ന് ബീഡി ആവശ്യപ്പെട്ടു. കടക്കാരനായ അച്ചാച്ചൻ ബീഡി എടുത്തു കൊടുത്തപ്പോൾ ബീഡി ആവശ്യപ്പെട്ട ആളിനെ നല്ല മുഖപരിചയം. തമ്മിൽ കണ്ടിട്ട് ഒരുപാട് കൊല്ലങ്ങളായിരിക്കുന്നു. എവിടെയോ ഓട്ടം പോയിട്ട് വന്ന സ്വന്തം അനിയനായിരുന്നു ബീഡി ആവശ്യപ്പെട്ട് കടയിൽ വന്നത്. അച്ചാച്ചൻ അവിടെയാണ് ഉള്ളതെന്ന് അനിയനെ അറിയില്ലായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവർ എന്നോ എങ്ങനെയോ വഴിപിരിഞ്ഞു പോകുന്നു. പിന്നീട് വർഷങ്ങൾക്കു ശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ അവർ കണ്ടുമുട്ടുന്നു. വല്ലാത്ത ഒരു അത്ഭുതമല്ലേ അത്? എന്തായാലും അതിനുശേഷം അച്ചാച്ചന് കുടുംബക്കാരുമായി കുറേ കാലം ബന്ധമുണ്ടായിരുന്നു. പിന്നീടെന്നോ അതും നിലച്ചു. ലോകത്തെ മഹാത്ഭുതങ്ങളിൽ ഏറ്റവും വലുത് ചരിഞ്ഞ പിസാ ഗോപുരവും റോമിലെ കൊളോസിയവും ഷാജഹാൻ്റെ താജ്മഹലും ഒന്നുമല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. കുറെ കൂടി വിശദമായി പറയണമെന്നുണ്ട്. പക്ഷേ ഇതുതന്നെ നീണ്ടുപോയെന്ന് എനിക്കറിയാം. രക്തബന്ധത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കണം പതിറ്റാണ്ടുകൾക്ക് ശേഷം പറഞ്ഞുകേട്ട അറിവ് വെച്ച് എനിക്ക് ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞത്. അന്നു രാത്രി അവിടെ അന്തിയുറങ്ങി. പിറ്റേന്ന് പുലർച്ചെ പ്രഭാത ഭക്ഷണവും കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ചുരമിറങ്ങുമ്പോൾ മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞു, ഈ ചുരം കയറി ഞാൻ ഇനിയും വരും. പിന്നീട് പലപ്പോഴായി അറിഞ്ഞു, അച്ചാച്ചൻ്റെ സഹോദരിയുടെ മകനും കുടുംബവും തിരുവനന്തപുരത്താണ് താമസം. സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥരായിരുന്ന അവർ വിരമിച്ച ശേഷം വിശ്രമ ജീവിതത്തിലാണ്. അച്ചാച്ചൻ്റെ മൂത്ത സഹോദരൻ്റെ മകൻ്റെ മകൾ സ്മിതയും തിരുവനന്തപുരത്താണ്. SAT ഹോസ്പിറ്റലിൽ നേഴ്സാണ് സ്മിത. അച്ചാച്ചൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് ഞാൻ കണ്ട കുമാരൻ അച്ചാച്ചൻ്റെ മകളും തിരുവനന്തപുരത്താണ്. രക്തബന്ധത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതെ, രക്തബന്ധങ്ങൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ മനുഷ്യരാകുന്നത്.